ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കോടതിയിൽ ഐശ്വര്യ പറയണേ ഡിവോഴ്സ് കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. വക്കീല് പറയുന്നുണ്ട്, ഐശ്വര്യ മിണ്ടാതിരിക്കേ, ഇത് കോടതിയാ, ഒന്ന് പോ വക്കീലെ, കോടതിയാണെന്ന് പറഞ്ഞേ, എനിക്ക് പറയാനുള്ളതൊക്കെ പറയണ്ടേ. അങ്ങനെ ഇപ്പൊ ശ്യാമ ജയിക്കണ്ട, അശ്വതി അരുണിനോടൊപ്പം സുഖിച്ച് ജീവിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. ദാ ഈ ജഡ്ജിയായിട്ട് ഇരിക്കുന്ന ആള് ശ്യാമയുടെ പക്ഷാ. ശ്യാമ കൈക്കൂലി കൊടുത്ത് പക്ഷം പറയിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയിരിക്ക, ഞാൻ സമ്മതിക്കില്ല. കോടതിയോടെ വിരൽ ചൂണ്ടി സംസാരിക്ക. ഇത് കേൾക്കുന്ന ജഡ്ജി തന്നെ ഞെട്ടിപ്പോവും. ഈ ജഡ്ജിന് എനിക്ക് വിശ്വാസമില്ല. എല്ലാവരും ഇത് കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണേ. വക്കീല് പറയും, ഐശ്വര്യം മിണ്ടാതിരിക്കേ, ഞാൻ പറയും വക്കീലെ, ശ്യാമയുടെ ആളല്ലാത്തൊരു ജഡ്ജിനെ വെക്കാൻ പറ, അപ്പൊ ഇങ്ങനെ പക്ഷമൊന്നും പിടിക്കില്ല. വക്കീൽ അതിന് വേണ്ടത് ചെയ്. കോടതി പറയും, ഭർത്താവിന്റെ വീടായ ആനന്ദ നിലയത്തിലെ ശ്രീകുട്ടി എന്ന കുട്ടി ഉൾപ്പെടെ അവിടെ താമസിക്കുന്നവർക്ക് ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ കാണിച്ചു കൂട്ടിയ പ്രവൃത്തികളുടെ വീഡിയോ കോടതി പരിശോധിച്ചതിൽ നിന്നും ഐശ്വര്യ അപകടകാരിയാണെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. ഐശ്വര്യ പറയും, അത് ശ്യാമ എന്നെ കൊടുക്കാൻ വേണ്ടി ഫേക്കായി ഉണ്ടാക്കിയ റിപ്പോർട്ടാ. ഇത് കേൾക്കുമ്പോ വക്കീലാകെ പേടിക്കും. കോടതി പറയും, ഐശ്വര്യയെ പോലെ മെന്റൽ ഡിസോർഡറുള്ള വ്യക്തിയുമായുള്ള ജീവിതം ദുഷ്കരമാണെന്ന് കോടതി വീക്ഷിക്കുന്നു. ഇത് കേൾക്കുമ്പോ ശ്യാമയ്ക്ക് അങ്ങ് സമാധാനാവുക. അരുണിന്റെ ഡിവോഴ്സ് നൽകുന്നതിനോടൊപ്പം ഐശ്വര്യക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റും കോടതി നിർദ്ദേശിക്കുന്നു. ഇത് കേട്ട് ഐശ്വര്യക്ക് നല്ല ദേഷ്യം വരികയാണ്. വക്കീല് പറയും, ഐശ്വര്യ ഒപ്പിട്, ഇത് കോടതിയാണ്, പ്രശ്നമാവും, പറയുന്ന അനുസരിക്കുന്ന നല്ലത് കോടതിയാണ്. ഐശ്വര്യ എപ്പോഴും ഒപ്പിടാണ്ട് ദേഷ്യത്തിൽ നിൽക്കുക. എങ്ങനെയായാലും ഡിവോഴ്സ് കിട്ടിയല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ആദ്യം ശ്യാമയും അരുണെല്ലാം. അശ്വതിക്ക് നല്ല ടെൻഷനുണ്ട് അപ്പോഴും. അങ്ങനെ ഐശ്വര്യയും ഒപ്പിട്ട് കൊടുക്കുക. ശേഷം കോടതി പിരിഞ്ഞ് എല്ലാരും പുറത്തു വരിക. ശ്യാമ തന്ന CCTV ഫുട്ടേജ് കേസിന്റെ കാര്യത്തില് നന്നായി പ്രയോജനപ്പെട്ടു. പിന്നെ ഐശ്വര്യയുടെ അപ്പോഴത്തെ പ്രകടനവും ഐശ്വര്യ കുഴപ്പക്കാരിയാണെന്ന് കോടതിക്ക് ശരിക്കും മനസ്സിലായി. അങ്ങനെ എല്ലാരും സന്തോഷിച്ച് നിൽക്കുമ്പോ ഐശ്വര്യ കലിതുള്ളി വരിക. ഇവരെല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കണേ. അശ്വതിക്ക് നല്ല പേടിയുണ്ട്, എന്നാ ബാക്കി എല്ലാവരും സന്തോഷത്തിലാ നിൽക്കണേ. വിജയായിരിക്കുമല്ലേ, കോടതിയിൽ നീ എന്നെ മെന്റലാക്കി അല്ലടി, എങ്കിലും അങ്ങനെ വിജയിച്ചു എന്ന് കരുതണ്ട നീ എന്നൊക്കെ ശ്യാമയുടെ മുഖത്ത് നോക്കി പറയണേ. ശ്യാമ നല്ല ധൈര്യത്തില് നിൽക്കണേ. അശ്വതിയോട് പറയും, നീ അരുണിന്റെ കൂടെ സുഖിച്ചു വാഴില്ല. എല്ലാരും ഓർത്തോ, ഡിവോഴ്സ് നടന്നിട്ടുള്ളൂ, ഈ സ്വത്തെല്ലാം ഐശ്വര്യയുടെ പേരില. ഇതിനെല്ലാം പ്രതികാരം എങ്ങനെ വേണമെന്ന് ഐശ്വര്യക്ക് അറിയാം. എല്ലാവരെയും ജയിലാക്കും, നോക്കിക്കോ, വാ മമ്മി എന്ന് പറഞ്ഞ് ഐശ്വര്യ അവിടുന്ന് പോവാ. ശേഷം ഇവര് തിരികെ വീട്ടിലേക്ക് വരണേ. ഡിവോഴ്സ് കിട്ടിയ സന്തോഷം ഉണ്ടെങ്കിലും സ്വത്തിന്റെ കാര്യത്തിലുള്ള ഒരു ടെൻഷനിലാണ് ബാക്കിയുള്ള എല്ലാവരും. അങ്ങനെ ഇവരകത്ത് കയറുമ്പോണ്ടാവും കുറെ ബാഗുകളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം ഇതെല്ലാം എവിടെ എങ്ങനെ വന്നേ? ഐശ്വര്യ വന്നിട്ട് പറയും, ഒന്നും താനെ വന്നതല്ല, എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കൂടി അങ്ങോട്ടാ. അപ്പം സുരഭി പറയും, നമ്മൾ ഇവിടെ ഉള്ളവർ ഒഴിവാക്ക, അപ്പൊ എല്ലാവരും കൂടി ഇങ്ങോട്ട് കയറാണോ? അപ്പോഴേക്കും വസുന്ധരാമയും ആനന്ദേട്ടനും അങ്ങോട്ട് വരികയാണ്. പിന്നാലെ അമൃതയും. ഐശ്വര്യ പറയും, ഞാൻ കേസിൽ തോറ്റു, അരുൺ ജയിച്ചു, ഡിവോഴ്സിൽ ജയിച്ചു, പക്ഷേ ഫൈനൽ ജയിച്ചത് ഞാനാ. ഇപ്പൊ ഇത് എന്റെ വീടാ, ഞാൻ ഇവിടുന്ന് വസുന്ധരാമയും അച്ഛനെയും എല്ലാവരെയും ഇറക്കി വിടാൻ പോവാ. ഇനി ഈ വീട്ടിൽ ഞാനും എന്റെ മമ്മിയും വളരെ റിച്ചായി അടിച്ചു പൊളിച്ച്, അല്ലേ മമ്മി? ഇനി ഓഫീസ്, ഫാക്ടറി, റിസോർട്ട് എല്ലാം എനിക്ക് സ്വന്താ. ശ്യാമ എപ്പോഴും ഉള്ളിലിങ്ങനെ എന്തോ കണക്കുകൂട്ടലുണ്ട്. ആ ഒരു സന്തോഷത്തിന്റെ ചിരിയിലാ നിൽക്കണേ. അങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നതാണുമ്പോ ഐശ്വര്യ പറയും, ശ്യാമ എന്റെ മുഖ്യ ശത്രുവാ, വലിയ ബുദ്ധിശാലിയാണെന്നാ ഭാവം. കഷ്ടം, എന്ത് ചെയ്യാനാ, ഒടുവില് ശ്യാമയുടെ ബുദ്ധി ഈ കുടുംബത്തിന് തന്നെ തിരിച്ചടിയായി. കഷ്ടം തന്നെ. ഇത് കേൾക്കുന്ന എല്ലാരും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്. ആരും ഒന്നും പറയണില്ല. ഇപ്പത്തെ ശ്യാമ തന്നെ ഇവിടെ എല്ലാവരെയും തെരുവിലിറക്കി. വസുന്ധര പറയും, തൃപ്തിയായി, ഞങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയായി. ശ്യാമയോട് പറയും, നീ പ്രഗ്നന്റാ, എന്റെ അഗിയുടെ കുഞ്ഞാ നിന്റെ വയറ്റിലുള്ളത്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്ക. ഈ കുടുംബത്തിന് വേണ്ടി നീ ചെയ്തു തന്ന എല്ലാ കാര്യത്തിനും നന്ദി. ഇത് കേൾക്കുമ്പോ ശ്യാമയ്ക്ക് സങ്കടാവുന്നുണ്ട്. എങ്കിലും ഒരു ധൈര്യത്തിലാ ശ്യാമ നിൽക്കണേ. സുരഭി പറയും, മതി ഡയലോഗൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ട് എല്ലാവരും പെട്ടെന്ന് സ്ഥലം കാലിയാക്കണം, എനിക്കും മോൾക്കും നല്ല ക്ഷീണമുണ്ട്, സ്വസ്ഥായിട്ട് കുറച്ചു സമയം കിടന്നുറങ്ങണം. ഐശ്വര്യ ചിരിച്ചിട്ട് പറയും, അപ്പോ അമ്മ അച്ഛാ ഗുഡ് ബൈ. പിന്നെ അമൃതടുത്തേക്ക് വേണേ ഇവിടെ കഴിയാട്ടോ, കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ? അശ്വതിക്ക് തരുവെന്ന് പറഞ്ഞാലേ പ്രശ്നമില്ലല്ലോ, കുഞ്ഞുണ്ടല്ലോ, ഇനി വഴിയിൽ ഇങ്ങനെ തെണ്ടി നടക്കാം. എന്താ? അപ്പൊ മമ്മി പറയും, മോളെ ആദ്യത്തിന് ഇവിടെ നിക്കട്ടെ, കാറ് വാഷ് ചെയ്യാനും ഡ്രൈവറായിട്ടൊക്കെ നമുക്കൊരാൾ വേണ്ടേ? ഐശ്വര്യ പറയും, ശരിയാ, മമ്മിയുടെ ഇഷ്ടമല്ലേ, എന്നാ അങ്ങനെ ആവട്ടെ. അവരിങ്ങനെ പുച്ഛിച്ച് ചിരിക്കുന്നുണ്ട്. ഐശ്വര്യ പറയും, ഹോ എന്റെ ഹസ്ബൻഡ് അല്ല, ഇപ്പൊ അല്ലല്ലോ, എങ്കിലും അരുണൊരു മനമാറ്റം ഉണ്ടായാല് ഞാനൊരു ചാൻസ് കൂടി തരാം, എന്താ? നിയമപരമായിട്ട് ഡിവോഴ്സ് ആയതൊന്നും ഞാൻ കാര്യാക്കുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി അനുസരണയോട് കൂടി നിൽക്കുകയാണെങ്കിൽ അരുൺ എന്റെ ഹസ്ബൻഡ് സ്ഥാനം തുടരാം. വസുന്ധരയ്ക്കും ആനന്ദേട്ടനും എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്യാമയും കടിച്ചമർത്തി നിൽക്കുക. പിന്നെ ഐശ്വര്യ പറയും, പിന്നെ ശ്യാമയും അഗിയും രണ്ടെണ്ണത്തിനെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ശ്യാമേ, നിന്നെ ഞാൻ മറക്കില്ല, നിന്നോടുള്ള എന്റെ വാശി ആരംഭിച്ചിട്ടേ ഉള്ളൂ, നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. പിന്നെ ഒരു കാര്യം മറന്നു, എന്തിനേതിനും നിന്നെ സഹായിക്കുന്ന സാക്ഷാൽ കണ്ണനില്ലേ, എവിടെ? നിന്റെ കൃഷ്ണൻ എവിടെ
എന്താ ഇപ്പൊ നിന്നെ രക്ഷിക്കാൻ വരാത്തെ? ശ്യാമ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കാണ്, ഒന്നും പറയുന്നില്ല. അപ്പോഴേക്കും എന്താ ഇവിടെ പ്രശ്നം എന്ന് വെച്ചുകൊണ്ട് പോലീസുകാർ വരിക. മാഡം, ഞാനാ പോലീസ് സഹായം തേടിയത്. ഇപ്പതാ ഇവിടെ താമസിക്കുന്ന എല്ലാവരെയും ഇറക്കി വിടാൻ പോവാ, നോക്കണം മാഡം എന്ന് പറഞ്ഞ് ബാഗൊക്കെ കാണിച്ചു കൊടുക്ക. പോലീസൊക്കും ആരാ ഇത് ചെയ്തത്? ശ്യാമറി, ദാ ഇവരാ. എന്താ ഇവിടെ താമസിക്കുന്നവരെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഐശ്വര്യ പറയും, അധികാരമുണ്ട്, എനിക്ക് മാത്രമേ അധികാരമുള്ളൂ. മമ്മി, ആ പ്രമാണം എടുത്തോണ്ട് വന്നേ. അപ്പൊ സുരഭി അതെടുക്കാൻ പോവാ. അപ്പോഴും ശ്യാമയുടെ മുഖത്തൊരു ചെറിയ കള്ളക്കണ്ണന്റെ മുഖത്തുണ്ടാവുന്ന പോലത്തെ ഒരു കുഞ്ഞു ചിരിയുണ്ട്. എന്നാ ബാക്കി എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുക. ഐശ്വര്യ പറയും, എന്താ എനിക്ക് അധികാരം എന്ന് മാഡം ഇപ്പൊ അറിയും. ശ്യാമ, എനിക്ക് ഈ വീടും സ്വത്തുക്കളും എല്ലാം എഴുതി തന്നതിനുള്ള പ്രമാണം മമ്മി ഇപ്പൊ കൊണ്ടുവരും. ഹെസയും പോലീസും വന്നതൊക്കെ നന്നായി. ഇനി ഇവരെ ഞാൻ ഇറക്കി വിടണ്ടല്ലോ, ഇതിന് അധികാരപ്പെട്ടവര് തന്നെ അത് ചെയ്യുമല്ലോ. അപ്പോഴേക്ക് സുരഭി, ദാ മോളെ പ്രമാണം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് കൊടുക്കുക. ഐശ്വര്യ ഇത് വാങ്ങിച്ച് പോലീസിന് കൊടുക്കും. ദാ മാഡം പ്രമാണം. ശ്യാമ അപ്പോഴും ഒരു ധൈര്യത്തിലാ നിക്കണേ. പോലീസ് അതൊക്കെ വായിച്ചു നോക്കുക. ഇതെന്ത് ഡോക്യുമെന്റ്സാ? ഐശ്വര്യ പറയും, ഇതാണ് ഒറിജിനൽ പ്രമാണം. ശ്യാമ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വീടും സ്വത്തുക്കളും എല്ലാം എനിക്ക് എഴുതി തന്നതായിട്ടുള്ള പ്രമാണം. പോലീസ് പറയും, ഇതില് സംശയമുണ്ട്. ഐശ്വര്യ എന്ത് സംശയം? സംശയം ഉണ്ടെന്നാ പറഞ്ഞത്. ഐശ്വര്യ പറയും, ഒരു സംശയവും ഇല്ല. മാഡം, ശ്യാമയുടെ വാക്ക് കേട്ട് എന്നെ സംശയിക്കരുത്. ഞാനിപ്പോ പഴയ ഐശ്വര്യല്ല, റിച്ചാ. വേണമെങ്കിൽ നിങ്ങളുടെ തലയിലിരിക്കുന്ന തൊപ്പി പോലും തെറിപ്പിക്കാൻ പറ്റും, അത്രയ്ക്ക് റിച്ചാ. പോലീസ് മാഡം പറയും, തൊപ്പിയൊക്കെ പിന്നെ തെറിപ്പിക്കാം, ആദ്യം ഐശ്വര്യ എന്നോടൊപ്പം ഒന്ന് വരണം. അതെന്തിനാ? മാഡം പറയും, ചില ഡൗട്ട് ക്ലിയർ ആക്കാനുണ്ട്. മനസ്സിലായില്ല? എന്റെ ഒപ്പം വാ, മനസ്സിലാക്കി തരാം. മാഡം വെറുതെ. മാഡം പറയും, വാടി ഇങ്ങോട്ട്. ഐശ്വര്യ ആകെ പേടിക്കും, എന്താ മമ്മി ഇങ്ങനെ? എപ്പോഴും ശ്യാമ ഐശ്വര്യ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കണേ, ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആർക്കും ഒന്നും തന്നെ മനസ്സിലാവുന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡിലുള്ളത്. ഇതിന്റെ പ്രൊമോല് കാണിക്കുന്നത് ഐശ്വര്യയെ കൊണ്ടുപോയി കഴിഞ്ഞാല് എന്ത് പറ്റിയെന്ന് അറിയാതെ, എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാണ്ട് എല്ലാരും നിൽക്കുമ്പോ ശ്യാമ പറയും, അമ്മേ കുറച്ച് സമയം കൂടെ ഒന്ന് ക്ഷമിക്കണം, ഒരു കാര്യമുണ്ട് അപ്പൊ അറിയാം. അപ്പോഴേക്കും അഗേ എത്തിയിട്ടുണ്ട്. ആർക്കും ഇവിടെ സംഭവിച്ച ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് പോലീസ് ഐശ്വര്യയെ കൂട്ടി ആ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാണേ. വാ മാഡം, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാ. അവിടെ എത്തി കഴിയുമ്പോഴായിരിക്കും ഭയങ്കര വലിയ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. കാരണം അങ്ങനെ ഒരു രജിസ്റ്റർ ഓഫീസേ അവിടെ ഇല്ല. ഐശ്വര്യ അകത്ത് കയറി വെക്കുമ്പോ അവിടെ ശൂന്യം, ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഐശ്വര്യക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പോലീസ് പറയും, നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് മെന്റൽ ഹോസ്പിറ്റലിലേക്കായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും ഐശ്വര്യക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐശ്വര്യ ഇവിടെ വെച്ചാണ് സൈൻ ചെയ്തതെന്നും ഇവിടെ ആളുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതാരും വിശ്വസിക്കുന്നില്ല. ഐശ്വര്യ ഒരു ഭ്രാന്തിയെ പോലെ നടക്കുക. അങ്ങനെ പോലീസ് ഐശ്വര്യയെ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുപോവാണ് അവിടുന്ന്. ശേഷം പിന്നീട് പോലീസ് ആനന്ദ നിലയത്തിലേക്ക് വിളിക്കുക. എന്നിട്ട് പറയും, ശ്യാമയുടെ പരാതി ഞങ്ങൾ അന്വേഷിച്ചു. ഐശ്വര്യ കള്ളപ്രമാണം ഉണ്ടാക്കി എല്ലാവരെയും പറ്റിച്ചതാ. സ്വത്തുക്കളൊന്നും തന്നെ ഐശ്വര്യയുടെ പേരിലല്ല, ഇതൊക്കെ കള്ളത്തരാണെന്ന് മാഡം പറയണേ. ഇത് കേൾക്കുമ്പോ എല്ലാവരും ഞെട്ടാം. കൂടാതെ സന്തോഷമാവണേ. സത്യത്തിലെ ശ്യാമ എല്ലാം ഒരു പ്ലാൻ ചെയ്ത് ഐശ്വര്യയെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ നാടകമായിരുന്നു എല്ലാം. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഇന്റർവ്യൂ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്